നമസ്കാരം. ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കുംഭമാസത്തിൽ ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. വീഡിയോയിൽ ആദ്യം കുംഭമാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. കുംഭമാസത്തിൽ ധനുക്കൂറുകാർക്ക് സൂര്യനും ബുധനും 3-ലും, ശുക്രൻ 3-4 ഭാവങ്ങളിലൂടെയും, ചൊവ്വ 2-3 ഭാവങ്ങളിലൂടെയും, ശനി മാതൃഭാവത്തിലും, രാഹു 3-ലും, കേതു 9-ലും, വ്യാഴം വിവാഹസ്ഥാനത്തും സഞ്ചരിക്കുന്നു. ധനുക്കൂറുകാർക്ക് കുംഭമാസത്തിന്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രവും രണ്ടാം പകുതി അതീവ ഗുണപ്രദവുമായിരിക്കും. നിലവിൽ ധനുക്കൂറുകാർക്ക് സൂര്യൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ്. PSC എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും. രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ്. നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ 3-ാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ്. ധനുക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രസ്ഥിതി നിമിത്തം ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും. തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക വശ്യത കൈവരും. മറ്റുള്ളവരോട് വളരെ മാന്യമായും സ്നേഹത്തോടെയും ഇടപെടാൻ ഈ കാലയളവിൽ സാധിക്കും. ഇത് നിങ്ങളുടെ ജനസമ്മതി വർദ്ധിപ്പിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായിരിക്കും. സഹോദരിമാരിൽ നിന്നോ സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ പ്രത്യേക സഹായങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ മാർച്ച് 2 വരെയുള്ള സമയത്ത് സാധ്യതയുണ്ട്. മാത്രമല്ല, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും ഈ സമയം അനുകൂലമാണ്. എന്നാൽ മാർച്ച് 2 വരെയുള്ള സമയത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും വിനോദങ്ങൾക്കും വേണ്ടി പണം അമിതമായി ചിലവാക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക അച്ചടക്കത്തെ ബാധിക്കാതെ നോക്കണം. കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാൻ ഇടയാകും. 3-ാം ഭാവത്തിലെ ശുക്രൻ തന്റെ 7-ാം ദൃഷ്ടിയാൽ 9-ാം ഭാവത്തെ നോക്കുന്നു. ഇത് ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും മതപരമായ കാര്യങ്ങളിൽ താല്പര്യം തോന്നാനും കാരണമാകും. 9-ാം ഭാവം പിതാവിനെ കൂടി സൂചിപ്പിക്കുന്നതിനാൽ പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സ്നേഹപൂർണമായ സമീപനം പ്രതീക്ഷിക്കാം. ധനുരാശിക്കാർക്ക് ശുക്രൻ മാർച്ച് 2-ാം തീയതിയോടുകൂടി ഉച്ചരാശിയായ 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. 4-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കാലഘട്ടമാണിത്. വീട്ടിലെ അന്തരീക്ഷം ഊഷ്മളമായിരിക്കും. മാതാവിൽ നിന്ന് സ്നേഹവും സഹായങ്ങളും ലഭിക്കാൻ ഇടയാകും. പുതിയ വാഹനം വാങ്ങാനോ പഴയത് മാറ്റി പുതിയത് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. 4-ാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, വീട് പുതുക്കി പണിയുന്നതിനും അലങ്കരിക്കുന്നതിനും പണം ചിലവഴിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വീട്ടിലേക്ക് ആവശ്യമായ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോ ഫർണിച്ചറുകളോ ഈ സമയത്ത് വാങ്ങാൻ സാധ്യതയുണ്ട്. ജീവിത നിലവാരത്തിൽ പെട്ടെന്നുള്ള ഒരു പുരോഗതി അനുഭവപ്പെടും. മാർച്ച് 2-ന് ശേഷം വിരുന്നുകാരോ പ്രിയപ്പെട്ട ബന്ധുക്കളോ വീട്ടിൽ വരാനും ഒത്തുകൂടലുകൾ നടക്കാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം ആനന്ദകരമായി സമയം ചിലവഴിക്കാനും സാധിക്കും. എന്നാൽ വീട് മോടി പിടിപ്പിക്കാനും മറ്റും പരിധിയിൽ കൂടുതൽ പണം ചിലവഴിക്കാനും സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാതെ നോക്കണം.
സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് കാരണം ജോലിയിൽ അല്പം മടി തോന്നാം. കഠിനാധ്വാനം ചെയ്യേണ്ട ഘട്ടങ്ങളിൽ പിന്നോട്ടു പോകാൻ കുംഭമാസത്തിൽ പ്രവണതയുണ്ടാകും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ തന്റെ 7-ാം ദൃഷ്ടിയാൽ കർമ്മസ്ഥാനത്തെ നോക്കുന്നു. ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് വലിയ ഗുണങ്ങൾ നൽകും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകും. ജോലിയിൽ കലാപരമായ സർഗാത്മകത കൊണ്ടുവരാൻ നിങ്ങളെ ശുക്രന്റെ സ്ഥിതി സഹായിക്കും. നിലവിൽ ധനുക്കൂറുകാർക്ക് ബുധൻ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ സംസാരത്തിലും എഴുത്തിലും വലിയ പുരോഗതി ഉണ്ടാകും. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സ്വാധീനിക്കാനും ഈ കാലയളവിൽ സാധിക്കും. എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും അധ്യാപകർക്കും ഇത് മികച്ച സമയമാണ്. എന്നാൽ ഒരു കാര്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റൊന്നിലേക്ക് ചാടാനുള്ള പ്രവണത ഒഴിവാക്കുക. ഈ സമയം പുതിയ വ്യക്തികളുമായി സൗഹൃദത്തിലാകാനും അവർ വഴി ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുകയും ചെയ്യും. വിനോദത്തിനോ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള ചെറിയ യാത്രകൾ ഈ സമയത്ത് വർദ്ധിക്കും. ഈ യാത്രകൾ വഴി മാനസികോല്ലാസവും നേട്ടങ്ങളും ഉണ്ടാകും. ബുധന്റെ 3-ലെ സ്ഥിതി നിമിത്തം സഹോദരങ്ങളിൽ നിന്നോ സഹോദര തുല്യരായ വ്യക്തികളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കും. കുംഭമാസത്തിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം വർദ്ധിക്കും. പ്രതിസന്ധികളെ ബുദ്ധിപൂർവം നേരിടാനുള്ള കഴിവും വർദ്ധിക്കും. 3-ാം ഭാവത്തിലെ ബുധൻ തന്റെ 7-ാം ദൃഷ്ടിയാൽ 9-ാം ഭാവത്തെ നോക്കുന്നു. ഇത് പിതാവുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും ആത്മീയമായ അറിവുകൾ സമ്പാദിക്കാനും സഹായിക്കും. ഭാഗ്യത്തെക്കാൾ ഉപരി സ്വന്തം പരിശ്രമത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ദൃഷ്ടി പ്രേരിപ്പിക്കും. പൊതുവെ ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ നിന്നും വളരെ വലിയ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിൽ ധനുക്കൂറുകാർക്ക് ചൊവ്വ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ തന്നെ ഫെബ്രുവരി 23 വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ്. ചൊവ്വ വാക്കുകളുടെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സംസാരം പരുഷമാകാൻ സാധ്യതയുണ്ട്. ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. മൗനം പാലിക്കുന്നത് ഈ കാലയളവിൽ ഉത്തമമാണ്. 2-ാം ഭാവത്തിലെ ചൊവ്വ 5-ാം ഭാവത്തിലേക്കും 8-ാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിക്കുന്നതിനാൽ പ്രണയബന്ധങ്ങളിലും ആരോഗ്യത്തിലും ജാഗ്രത ആവശ്യമാണ്. എന്നാൽ ചൊവ്വ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. സാമ്പത്തിക നേട്ടത്തിനായി മടിച്ചുനിന്ന കാര്യങ്ങളിൽ വേഗത്തിൽ ഇടപെടാൻ സാധിക്കും. മാത്രമല്ല വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ചർച്ചകൾ കുംഭമാസത്തിൽ ഉണ്ടാകും. വീട് അറ്റകുറ്റപ്പണി നടത്താനോ മോടി പിടിപ്പിക്കാനോ ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബുധൻ അനുകൂലമല്ലെങ്കിലും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പഠനത്തിലും മത്സരങ്ങളിലും വിജയിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം ലഭിക്കും. ധനുക്കൂറുകാർക്ക് 23-ാം തീയതിയോടുകൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ 3-ലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇത് അത്യുത്തമമാണ്. ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികൾ നിമിത്തമോ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടായേക്കും. മാനസികമായും ശാരീരികമായും വലിയ ഊർജം അനുഭവപ്പെടുന്ന സമയമാണിത്. എത്ര കഠിനമായ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടാനും വിജയിക്കാനും കുംഭമാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ എതിർക്കുന്നവർ പരാജയപ്പെടും. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അവ തകർക്കാനും ചൊവ്വയുടെ ഈ സഞ്ചാരം സഹായിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും കായിക താരങ്ങൾക്കും ഇത് സുവർണകാലമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധിക്കും. ബിസിനസ്സിൽ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കാനും അത് ലാഭകരമാക്കാനും കഴിയും. ഈ സമയം സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. അവരിൽ നിന്ന് സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള വലിയ പിന്തുണ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഹ്രസ്വയാത്രകൾ വർദ്ധിക്കും. ഈ യാത്രകൾ വഴി പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുകയും സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ധൈര്യം അമിതമാകുന്നതിലൂടെ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ അനാവശ്യമായ റിസ്കുകളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതും കോപം ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ തന്റെ ദൃഷ്ടിയിലൂടെ
6, 9, 10 എന്നീ ഭാവങ്ങളെ സ്വാധീനിക്കുന്നു. ഇത് രോഗങ്ങളെ കീഴടക്കാനും പിതാവിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനും തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ നേടാനും കുംഭമാസത്തിൽ നിങ്ങളെ സഹായിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോ അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷഫലങ്ങൾ നീങ്ങുന്നതിന് ഉത്തമമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ മറ്റു പഠനോപകരണങ്ങളോ വാങ്ങി നൽകുക. ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങുന്നതിന് വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കേണ്ടതും ധനനേട്ടത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവതകൾ അടങ്ങിയതുമായ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.